മണിക്കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ അച്ഛൻ്റെ വക ഒരു സർപ്രൈസ് സമ്മാനം, ഒരു ബസ്സിൻ്റെ പുത്തൻ ചേസിസാണ് കേട്ടോ അത്. ഈ വർഷത്തെ 3ാമത്തെ പുത്തൻ വാഹനമാണ് നമ്മുടെ മനോജേട്ടൻ സ്വന്തമാക്കുന്നത് കേട്ടോ. കോട്ടയത്തെ ലെയ്ലാൻഡിൻ്റെ ഷോറൂമിലാണ് നമ്മുടെ ഇന്നത്തെ ഡെലിവറി നടക്കുന്നത്. മണിക്കുട്ടിയുടെ 34 സീറ്റ് വാഹനത്തിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും എത്തി കേട്ടോ. നല്ല അടിപൊളി മാലയൊക്കെ ഇട്ട് നമ്മൾ ചേസിസിനെ അലങ്കരിച്ചു. അശോക് ലെയ്ലാൻഡ് വൈക്കിങ്ങിൻ്റെ പുതുപുത്തൻ 49 സീറ്റ് വരുന്ന ചേസിസാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേസിസിനെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചു. മനോജേട്ടൻ്റെ ആദ്യത്തെ 49 സീറ്റ് വാഹനമാണ് കേട്ടോ ഇത്. നമ്മുടെ ചേസിസ് ഡെലിവറിക്ക് ഇന്ന് പൊന്നനും ഫാമിലിയും കൂടെ എത്തിയിട്ടുണ്ട്. ആൾ വന്നപ്പോൾ തന്നെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അജയ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അജയ് ചേട്ടനും മനോജ് ചേട്ടനും നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ. ഈ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കുട്ടി എന്നുള്ള ആ ഒരു പേര് നമുക്ക് ആ ചേസിസിൽ ഒട്ടിക്കണം. നല്ല ഭംഗിയുള്ള പേര്, നല്ല ഭംഗിയുള്ള ഫോണ്ട് കേട്ടോ. മനോജേട്ടൻ്റെ ആദ്യത്തെ ബസ്സായിട്ടുള്ള 34 സീറ്റ് ഓജസ് ബസ് ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. നല്ല പാവം ചേട്ടനാണ് കേട്ടോ, സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരൻ. ചേട്ടൻ്റെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി വന്നാണ് ഇന്ന് ചേസ് വാങ്ങുന്നത്. ഞായറാഴ്ച ആയിരുന്നിട്ടും നമുക്ക് ചേസ് തന്നത് വളരെ നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. മണിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം തന്നെ ഈ ഒരു ചേസിസ് ഇറക്കണം എന്നുള്ളത് മനോജേട്ടൻ്റെ ആഗ്രഹമായിരുന്നു. അതെന്തായാലും നമ്മുടെ കോട്ടയം ലെയ്ലാൻഡിൻ്റെ ഷോറൂമിലെ സുഹൃത്തുക്കൾ നടത്തി തന്നു കേട്ടോ. എന്താണ് ഈ സെഡും ചോദിച്ചിനോന്നല്ലേ, ഈ വണ്ടി Z1 വേണോ ZS വേണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് കേട്ടോ. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ വാഹനം പണിയാൻ വേണ്ടി പോകുന്നത്. ഇനി 2 ദിവസത്തിനുള്ളിൽ ഈ വാഹനം പ്രകാശിലേക്ക് പോവുകയാണ്. ഇനിയൊരു കാത്തിരിപ്പാണ് ഈ വാഹനം പണിത് അടിപൊളിയായിട്ട് ഇറങ്ങുന്നവരെ. കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ മണിക്കുട്ടി എന്നുള്ള പേര് എല്ലാവരിലോട്ടും എത്തിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി വളരെ മനോഹരമാക്കാൻ എല്ലാവരും തന്നെ സഹകരിച്ചു. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.